പണം സമ്പാദിക്കാനുള്ള വഴി തെരുവുകളിൽ രക്തമൊഴുകുമ്പോൾ വാങ്ങുക എന്നതാണ് ജോൺ ഡി റോക്ക്ഫെല്ലറുടെ ഈ വാക്കുകൾ. ഇത് വെറുമൊരു തന്ത്രമല്ല അല്ലേ, ഒരു ചിന്താഗതിയാണ് ശരിക്കും. അതെ അതെ. അദ്ദേഹം വെറുമൊരു എണ്ണ മുതലാളിയായിരുന്നില്ല. അന്നത്തെ ഏറ്റവും പുതിയ ടെക്നോളജി, അതായത് എണ്ണ, അത് വെച്ചൊരു സാമ്പത്തിക സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയ ആളാണ്. ശരിയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എണ്ണ എന്ന് പറയാവുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, AI. അപ്പോ ഈ ചർച്ചയിൽ റോക്ക്ഫെല്ലറുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാം, പിന്നെ ഈ AI വെച്ച് നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഡിജിറ്റൽ ലോകം എങ്ങനെ തുടങ്ങാം എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഈ നോട്ടുകളും കാര്യങ്ങളും വെച്ച് ഒന്നിത് വിശദീകരിക്കാം. തീർച്ചയായും. നമ്മുടെ ലക്ഷ്യം ഇതാണ്. ഒന്ന്, റോക്ക്ഫെല്ലറുടെ ജീവിതത്തിലെ ഒരു 7 പ്രധാന തത്വങ്ങൾ അത് മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ഈ AI കാലത്ത് അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കണം. അതോടൊപ്പം പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു 3 AI ഐഡിയകളും പങ്കുവയ്ക്കാം. കൊള്ളാം. റോക്ക്ഫെല്ലറുടെ കഥ തുടങ്ങുന്നത് 1839-ലാണ്. 16-ാം വയസ്സിൽ ഒരു ബുക്ക് കീപ്പറായിട്ടാണ് തുടങ്ങിയത്. പിന്നെ സ്റ്റാൻഡേർഡ് ഓയിൽ, ഒരു സമയത്ത് US എണ്ണയുടെ 90% പുള്ളിയുടെ കയ്യിലായിരുന്നു. ലോകത്തെ ആദ്യത്തെ ബില്യണർ. പക്ഷേ ഈ കണക്കുകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ അച്ചടക്കം, കാര്യക്ഷമത, പിന്നെ ജീവകാരുണ്യം, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. $500 മില്യൺ തിരികെ കൊടുത്തത്. അദ്ദേഹം വെറുതെ ഒഴുക്കിനനുസരിച്ച് പോവുകയല്ലായിരുന്നു, സ്വന്തമായി പൈപ്പ് ലൈൻ ഉണ്ടാക്കുകയായിരുന്നു. അതെ അതെ. അതുപോലെയാണ് നമ്മളും ഇന്ന് AI വെച്ച് ചെയ്യേണ്ടതല്ലേ? ശരിയാണ്. ആ കാര്യക്ഷമതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ 39 തുള്ളി സോൾഡർ കഥ. 40 തുള്ളിക്ക് പകരം 39 മതിയെന്ന് കണ്ടുപിടിച്ച് ലക്ഷങ്ങൾ ലാഭിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ. എങ്ങനെ നടപ്പാക്കാം? വളരെ നല്ല ചോദ്യമാണ്. റോക്ക്ഫെല്ലർ ഓരോ തുള്ളി സോൾഡറും ശ്രദ്ധിച്ചില്ലേ? അതുപോലെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിലെ ഓരോ മിനിറ്റും ശ്രദ്ധിക്കാം. ഓക്കെ. ഇപ്പോ റിപ്പോർട്ടുണ്ടാക്കാനും, മെയിൽ എഴുതാനും, വെബ്സൈറ്റ് കോഡിങ്ങിന് സഹായിക്കാനും, എന്തിന് റിസർച്ചിന് പോലും ChatGPT പോലുള്ള AI ടൂളുകൾ ഉപയോഗിക്കാം. ശരിയാണ്. എപ്പോഴും ചെയ്യുന്ന ഒരേതരം ജോലികൾ AIക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഇത് വെറുമൊരു സൗകര്യമല്ല, റോക്ക്ഫെല്ലർ ചെയ്ത പോലെ ചെലവ് കുറയ്ക്കാനുള്ളൊരു വഴി കൂടിയാണ്. അപ്പോ AIയെ ഒരു അസിസ്റ്റന്റ് എന്നതിനപ്പുറം കാര്യക്ഷമത കൂട്ടാനുള്ള ഒരു ടൂളായി കാണണം. അതുപോലെ അദ്ദേഹം ടെക്നോളജിയെ സ്വീകരിക്കുക മാത്രമല്ല, അതിനെ നിയന്ത്രിക്കുകയും ചെയ്തു. സ്വന്തമായി പൈപ്പ് ലൈനും റിഫൈനറിയും ഒക്കെ ഉണ്ടാക്കി. അതെ. എന്ന് വെച്ചാൽ AIയെ പേടിച്ച് മാറി നിൽക്കാതെ അതിനെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പഠിക്കുക എന്നതാണ്. മനസ്സിലായി. പുള്ളി സ്വന്തം ബാരൽ ഫാക്ടറി ഉണ്ടാക്കിയ പോലെ നിങ്ങൾക്ക് AI വെച്ച് സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കാം, ഓൺലൈൻ കോഴ്സ് ഉണ്ടാക്കാം, ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാം. ടെക്നോളജിയെ ആശ്രയിക്കുക എന്നതിലുപരി അതിനെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പഠിക്കുക, അതാണ് പ്രധാനം. ഓക്കെ. ഡേറ്റയുടെ കാര്യത്തിലും റോക്ക്ഫെല്ലർ മുന്നിലായിരുന്നല്ലോ. എതിരാളികളെപ്പറ്റി അറിയാൻ ഓയിൽ ഇൻസ്പെക്ടർമാരെ വെച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഡേറ്റ ഡ്രിവൻ തിങ്കിങ് അത് ഈ AI കാലത്ത് എങ്ങനെയാണ് പ്രസക്തമാവുന്നത്? ഇന്ന് നിങ്ങൾക്ക് ഓയിൽ ഇൻസ്പെക്ടർമാരെ അയക്കേണ്ട കാര്യമില്ല. AI അനാലിറ്റിക്സ് ടൂളുകൾക്ക് നിങ്ങളുടെ ബിസിനസ് ഡേറ്റ, മാർക്കറ്റ് ട്രെൻഡുകൾ, കസ്റ്റമർ ഫീഡ്ബാക്ക് എല്ലാം അനലൈസ് ചെയ്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കാൻ പറ്റും. ശരി. ഏത് പരസ്യമാണ് കൂടുതൽ ക്ലിക്കാവുന്നത്, ഏത് പ്രോഡക്റ്റിനാണ് ഡിമാൻഡ് കൂടുതൽ എന്നൊക്കെ അറിയാൻ പറ്റും. റോക്ക്ഫെല്ലർ വിവരം ശേഖരിച്ചു. ഇന്ന് AI അത് വിശകലനം ചെയ്തു തരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ആ സ്ട്രാറ്റജിക് ലിവറേജ്, ക്ലീവ്ലൻഡിലെ എതിരാളികളെ ഒറ്റ രാത്രി കൊണ്ട് ഏറ്റെടുത്തതൊക്കെ ഭയങ്കര നീക്കങ്ങളായിരുന്നു. അതെ. ഇന്ന് AI വെച്ച് അതുപോലൊരു ലിവറേജ് കിട്ടുമോ? തീർച്ചയായും. അവിടെ റോക്ക്ഫെല്ലർ പണവും ഇൻഫ്ലുവൻസുമാണ് ഉപയോഗിച്ചത്. ഇന്ന് AI നിങ്ങൾക്ക് തരുന്നത് സമയമാണ്, ടൈം ലിവറേജ്. ടൈം ലിവറേജ്. അതെ. സമയം ഒരു പ്രധാന ശക്തിയായി ഉപയോഗിക്കാൻ AI സഹായിക്കും. ഒരാൾക്ക് പോലും ഒരു വലിയ ടീം ചെയ്യുന്ന ജോലി AIയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ബിസിനസ് തുടങ്ങാനും വളർത്താനും ഇത് വലിയൊരു സാധ്യതയാണ്. ശരിയാണ്. ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടും റോക്ക്ഫെല്ലർ ഭയങ്കര മിതവ്യയവും വിനയവും കാണിച്ചു എന്നത് അത്ഭുതമാണ്. ഓരോ ഡോളറിനും കണക്കുണ്ടായിരുന്നു പുള്ളിക്ക്. അതെ. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? ഡിജിറ്റൽ ലോകത്ത് പൈസ പോകുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ഓൺലൈൻ പരസ്യങ്ങൾ, സബ്സ്ക്രിപ്ഷനുകൾ. ശരിയാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ AI സഹായിക്കും. ഏത് പരസ്യത്തിന് എത്ര മുടക്കണം, ഏതൊക്കെ ടൂളുകൾ ഒഴിവാക്കാമെന്നൊക്കെ AI അനലൈസ് ചെയ്തു തരും. റോക്ക്ഫെല്ലറുടെ ആ ഒരു ഡിസിപ്ലിൻ, അത് AI ടൂൾസ് വെച്ച് നമുക്കും നടപ്പാക്കാം.
കിട്ടുന്ന ലാഭം വീണ്ടും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. എണ്ണയിൽ മാത്രം ഒതുങ്ങാതെ ഖനനം, റെയിൽവേ, ബാങ്കിംഗ് എന്നിങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തതും പ്രധാനപ്പെട്ടൊരു പാഠമാണ്. വളരെ പ്രധാനം. AI ലോകത്ത് ഇതെങ്ങനെയാണ്? ഒരു വരുമാനമാർഗത്തെ മാത്രം ആശ്രയിക്കാതിരിക്കുക. അതാണ് കാര്യം. AI വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി പല പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ഓൺലൈൻ കോഴ്സ് തുടങ്ങാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നോക്കാം, അല്ലെങ്കിൽ ഒരു AI കൺസൾട്ടന്റായി മാറാം. ഓക്കേ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഡിജിറ്റൽ വരുമാന പൈപ്പ്ലൈനുകൾ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ വൈവിധ്യവൽക്കരണം. അവസാനമായി പുള്ളി സമ്പാദിച്ചതുപോലെ തന്നെ തിരികെ നൽകാനും മടിച്ചില്ല. ഷിക്കാഗോ യൂണിവേഴ്സിറ്റി, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനൊക്കെ വലിയ ഉദാഹരണങ്ങളല്ലേ? അതെ. AI യുഗത്തിൽ ഇതിന്റെ പ്രസക്തി എന്താണ്? അറിവ് പങ്കുവെക്കുക എന്നത് തന്നെയാണ് പ്രധാനം. AI എങ്ങനെ ധാർമ്മികമായി ഉപയോഗിക്കാം, സാധാരണക്കാർക്കിത് എങ്ങനെ ഉപകാരപ്പെടും എന്നൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാം. ശരി. നിങ്ങളുടെ അറിവ് ഒരു ബ്ലോഗിലൂടെയോ വീഡിയോയിലൂടെയോ കോഴ്സുകളിലൂടെയോ ഒക്കെ പങ്കുവെക്കുന്നത് ഒരു തരത്തിൽ തിരികെ നൽകൽ തന്നെയാണ്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ 1800കളിൽ എണ്ണ ഒരവസരമായിരുന്നെങ്കിൽ ഇന്ന് AI ആണ് ആ അവസരം. തീർച്ചയായും. പലരും അന്ന് എണ്ണയെ അവഗണിച്ച പോലെ ഇന്ന് AIയെയും മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒഴുക്കിനൊപ്പം പോയില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും. ശരിയാണ്. അതുകൊണ്ട് തുടങ്ങാൻ മടിക്കുകയേ വേണ്ട. ഇതാ നിങ്ങൾക്ക് ഉടനെ തുടങ്ങാൻ പറ്റുന്ന ഒരു 3 ഐഡിയകൾ. പറയൂ. 1. 0 മുതൽ മുടക്കിൽ ഒരു AI സൈഡ് ഹസിൽ. അതായത് ഒരു ചെറിയ വരുമാനമാർഗം. ChatGPT, ക്യാൻവയുടെ ഫ്രീ വേർഷനൊക്കെ വെച്ച് ഡിജിറ്റൽ പ്ലാനറോ ജേർണലോ ഉണ്ടാക്കി Etsy പോലുള്ള സൈറ്റുകളിൽ വിൽക്കാം. ലിയോണാർഡോ AI പോലുള്ള ഫ്രീ ഇമേജ് ടൂളുകളും ഉപയോഗിക്കാം. ഓക്കേ, സിമ്പിളാണല്ലോ. 2. AI ഉപയോഗിച്ച് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കുക. യൂട്യൂബ് ഷോർട്സ്, റീൽസൊക്കെ ചെയ്യുന്നെങ്കിൽ അതിനുള്ള സ്ക്രിപ്റ്റ്, ചിത്രം, വീഡിയോ എഡിറ്റിംഗ് ഇതിനൊക്കെ AI സഹായം തേടാം. കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരുപാട് സമയം ലാഭിക്കാം. കൊള്ളാം. 3. നിങ്ങളുടെ അറിവിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ നല്ല അറിവുണ്ടെങ്കിൽ AI ഉപയോഗിച്ച് ഒരു ചെറിയ കോഴ്സോ ബുക്കോ അല്ലെങ്കിൽ നോഷൻ ടെംപ്ലേറ്റോ ഒക്കെ ഉണ്ടാക്കാം. ഗംറോഡ്, കോഫൈ പോലുള്ള സൈറ്റുകളിൽ ഇത് വിൽക്കുകയും ചെയ്യാം. അപ്പോ റോക്ക്ഫെല്ലറുടെ ഈ പാഠങ്ങൾ കാര്യക്ഷമത, ടെക്നോളജിയെ ഉപയോഗിക്കാനുള്ള കഴിവ്, ഡേറ്റ വെച്ചുള്ള ചിന്ത, ഡൈവേഴ്സിഫിക്കേഷൻ, വിനയം ഇതൊക്കെ ഇന്നത്തെ AI ടൂളുകളുമായി ചേർത്ത് വെക്കുമ്പോൾ വലിയ സാധ്യതകളാണ് മുന്നിലുള്ളത്. തീർച്ചയായും. അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. റോക്ക്ഫെല്ലർ എണ്ണ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പൈപ്പ്ലൈനുകളുണ്ടാക്കി. അദ്ദേഹത്തിന്റെ പാഠങ്ങളിൽ നിന്നും AI തരുന്ന ഈ അവസരങ്ങളിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ ഭാവിക്കു വേണ്ടി നിങ്ങൾക്ക് എന്ത് ഡിജിറ്റൽ പൈപ്പ്ലൈൻ നിർമ്മിക്കാൻ കഴിയും?